الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات فروجهم والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാനും എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഓരോ രാവും ഓരോ പകലും ആയുസ് എന്ന് പറയുന്നൊരു മഹാത്ഭുതത്തിൻ്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇഹത്തിലായാലും പരത്തിലായാലും നമുക്ക് സന്തോഷിക്കുവാനും നമുക്ക് ആഹ്ലാദിക്കുവാനും ഒരിക്കലും ദുഃഖിക്കാതിരിക്കുവാനുമുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പരിശുദ്ധ ഖുർആൻ, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, വിശുദ്ധ ഇസ്ലാം നമ്മളോട് ഓരോരുത്തരോടും കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് വേറെയും കർമ്മകാര്യങ്ങൾ എന്ന് വേറെയും ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്നൊക്കെ വേറെ വേറെയായിട്ട് കുട്ടിക്കാലം മുതൽ നമ്മളുടെ മദ്രസകളിൽ നമ്മൾ ചൊല്ലിപ്പഠിച്ച് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും നാം ഉൾക്കൊണ്ടതും മനസ്സിലാക്കിയതും അതുകൊണ്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലൊരു ഹ്രസ്വമായ കാലയളവ് നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അത് എന്ന് അവൻ തിരിച്ചെടുക്കുമെന്ന് നമുക്കറിയില്ല. അവൻ അനുവദിച്ചു തന്ന സമയം എപ്പോഴോ തീരും. അന്ന് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയും. അത് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാണായാലും പെണ്ണായാലും അങ്ങനെയാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു നല്ല പ്രവർത്തനം ചെയ്തു,
അതൊരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, നല്ല കാര്യം ചെയ്തു. സൂറത്തു നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാം. എന്നിട്ട് പിന്നെ പറഞ്ഞത് വഹുവ മുഅ്മിൻ, വിശ്വാസം ഉള്ള നിലയിലാണ് ആ പ്രവർത്തനം. അടിവരയിടേണ്ട ഒരു ഭാഗമാണ്. വിശ്വാസം വളരെ പ്രധാനമാണ്. അയാൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അയാളും പോകേണ്ടത് സ്വർഗത്തിലാണ്. അയാളില്ലാത്ത സ്വർഗം അത്ര സുഖമല്ല എന്ന് പൊതുസമൂഹത്തിന്റെ പ്രീതിക്ക് വേണ്ടി പലർക്കും പലതും പറയാം. പക്ഷെ പരിശുദ്ധ ഖുർആന്റെ ഒരു ഭാഷ്യമുണ്ട്, വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാണ്. വിശ്വാസിയായിട്ട് ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അല്ലാഹ് എന്ത് ചെയ്യും? ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അയാൾക്കല്ല ജീവിതം കൊടുക്കും. ആണാകട്ടെ പെണ്ണാകട്ടെ ആ മനുഷ്യന്, മനുഷ്യ സ്ത്രീക്ക് അള്ളാഹു ജീവിതം കൊടുക്കും. ഹയാതൻ ത്വയ്യിബ, ഏറ്റവും നല്ല ജീവിതം. ഫിദ്ദുനിയ വൽ ആഖിറ, അതിന്റെ തഫ്സീറിലെ ഒരു വരിയാണ്. ഇഹത്തിലും പരത്തിലും നല്ല ജീവിതം കൊടുക്കും. ഇഹത്തിൽ ചിലപ്പോൾ ക്ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ മാനം കെടില്ല. ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ടി വരില്ല. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരില്ല. ഓരോ കാൽപാദങ്ങളും ഭയപ്പാടോടുകൂടി കേൾക്കേണ്ടി വരില്ല. ഫോൺ കോളുകളുടെ ശബ്ദങ്ങൾ പോലും ഭീതിയുടെ അന്തരീക്ഷത്തിൽ അവന്റെ ഹൃദയത്തിലും കാതിലും മുഴങ്ങേണ്ടി വരില്ല. ഖുർആന്റെ വാക്ക് വല്ലാത്ത വാക്കാ. നല്ല ജീവിതം നിങ്ങൾക്ക് തരും. ദുനിയാവിൽ നല്ല ജീവിതം തരും, ആഖിറത്തിലും നിങ്ങൾക്ക് നല്ല ജീവിതം തരും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ആണായാലും പെണ്ണായാലും വിശ്വാസത്തോടെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വലനജ്സിയന്നഹും, അവർക്ക് നാം നൽകും. അജ്റഹും, അവരുടെ പ്രതിഫലത്തെ, ബിഅഹ്സൻ, ഏറ്റവും ഉത്തമമായ നിലയിൽ, കാനൂ യഅമലൂന, അവർ പ്രവർത്തിച്ചത് തോതനുസരിച്ച് ഏറ്റവും നല്ല നിലവാരത്തിലും നാം അവർക്ക് പ്രതിഫലം നൽകും. പരിശുദ്ധ ഖുർആൻ പറയാം. ഇവിടെ പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ സംഗതികളുണ്ട്. ജീവിതത്തിന്റെ നേർപ്പാതിയാണ് നമ്മുടെ സഹധർമ്മിണിമാർ. നമ്മുടെ വീടിന്റെ വളക്കാണ്, നമ്മുടെ മക്കളുടെ വഴികാട്ടിയാണ്. അൽ ഉമ്മു മദ്റസ, ഉമ്മ പാഠശാലയാണ്. ഓരോ ജീവിതങ്ങളും തളിർത്ത് വരുന്നത് അവിടെ നിന്നാണ്. ഓരോ സംസ്കാരങ്ങളും മുട്ടിടുന്നത് ആ മടിത്തട്ടിൽ നിന്നാണ്. ഭാഷ പോലും ജന്മം കൊള്ളുന്നത് അവിടെ നിന്നാണ്. 3-4 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് കുട്ടി ഭാഷകൾ സ്വായത്തമാക്കുന്നു, വാക്കുകൾ സ്വായത്തമാക്കുന്നു. എഴുതാനറിയില്ല, അക്ഷരങ്ങളുടെ പരിചയമില്ല, പക്ഷെ അവൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. അതിൽ ഉമ്മയുടെ ചെറുതല്ലാത്തൊരു പങ്ക്. അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ വളക്കുമാടമാണ്, ഒരു മനുഷ്യന്റെ സംസ്കൃതിയുടെ പരിപൂർത്തീകരണമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനവുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ആരാധനകൾ എന്ന് പറയുന്നത് അത് പുരുഷനും സ്ത്രീക്കും അല്ലാഹു നിശ്ചയിച്ചതാണ്. പുരുഷന്മാർക്ക് മാത്രം കുറെ ആരാധനകൾ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ചില പ്രതിഭാസങ്ങളുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചു. നമസ്കാരം അവർക്ക് നിർബന്ധമാക്കി. പക്ഷെ ആർത്തവകാലത്ത് അവർക്ക് നിർബന്ധമല്ല എന്ന് മാത്രമല്ല, പാടില്ല എന്ന നിയമമുണ്ടായി. നോമ്പിന്റെ കാര്യത്തിലും അങ്ങനെ നിയമം വന്നു. കാരണം അത് അള്ളാന്റെ ദീനാണ്, അതിൽ പഴുതുകൾ ഉണ്ടാകില്ല. പടച്ചോൻ തന്ന നിയമമാണ്. അവൻ പടച്ച മനുഷ്യന്റെ ഉള്ളും പുറവും അറിയുന്നവനാണ് റബ്ബുൽ ആലമീനായ പടച്ച റബ്ബ്. അതുകൊണ്ട് അങ്ങനെ നിയമം വന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള അനേകം അവസരങ്ങൾ അല്ലാഹു നൽകി. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം അവളോട് പറഞ്ഞിട്ടില്ല. പൊതു ഇടങ്ങളിൽ അവൾ പ്രവർത്തിച്ചിട്ടുണ്ട്.
പക്ഷേ അവിടെ അതിർവരമ്പുകൾ ഉണ്ടായിട്ടുമുണ്ട്. ഒരു ഖുതുബക്ക് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആ വിഷയം. അതിർവരമ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ഇടകലരുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ വ്യക്തിത്വം തകർത്ത് തരിപ്പണമാകാതിരിക്കാനുള്ള വേഷവിധാനത്തിന്റെ പരിച ദീൻ അവർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ പൊതുയിടത്തിലൊക്കെ പോകും. അവിടെ ഈ പള്ളിയിൽ നിന്ന് മാത്രം ഒരു വിലക്ക്. അങ്ങനെയാണ് ഇപ്പോൾ പൊതു സമൂഹത്തിലൊരു ധാരണ. സ്ത്രീ പള്ളിയിൽ പോകുമ്പോൾ ദീനങ്ങട് ഇടിഞ്ഞു വീണ് തകർന്ന് തരിപ്പണമാകുന്ന ഒരു തെറ്റായ ധാരണ ചില മനസ്സുകളിലെങ്കിലും കയറിക്കൂടിയിട്ടുണ്ട്. അവിടെ വിശ്വാസികൾ എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പറയുന്ന, ചരിത്രം പറയുന്ന, ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാൻ ഓർത്തുപോയി, ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ കരുതി ദീർഘമായി ഓതണം ഇന്ന്. അങ്ങനെ ആയത്തുകളിൽ നിന്ന് ആയത്തുകളിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചപ്പോ പുറകിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാൻ കേട്ടു. അവരുടെ ഉമ്മമാർക്ക് വിഷമമാകും എന്ന് കരുതി ഞാൻ എൻ്റെ നമസ്കാരം ചുരുക്കുകയാണ്. ഇത് ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയി എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരച്ചിൽ കേൾക്കുമ്പോഴേക്ക് അവിടുത്തെ നമസ്കാരം നിർത്തി എന്ന് പറയുന്നത്. മദീനയുടെ മസ്ജിദിൽ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് അങ്ങാടിയിൽ നിന്ന് കച്ചവട സംഘം വന്ന ബഹളമുണ്ടായപ്പോ അറിയാതെ അവർ ഇറങ്ങി ഓടിയ ഒരു കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. വഇദാ റഔ തിജാറതൻ, ജുമുഅ സൂറത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്. ഔ ലഹ്വൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ. നീ വല്ല കച്ചവട സംഘവും വിനോദവും കാണുമ്പോഴേക്ക് അവർ നിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഓടുകയാണ്. നിന്നെ ഒറ്റക്കാക്കി വതറകൂക, അവർ നിന്നെ ഉപേക്ഷിച്ചു. ഖായിമൻ, നീ നിൽക്കുന്നവനാണ്. ഐ അലൽ മിമ്പർ, നീ മിമ്പർ നിൽക്കുക. അപ്പോഴാ പോയത്. അള്ളാഹു അവരോട് പറഞ്ഞു, ഖുൽ, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ. അള്ളാഹിന്റെ അടുക്കലാണ് ഈ കച്ചവടത്തെക്കാൾ നല്ലത്, ഈ വിനോദത്തെക്കാൾ നല്ലത്. അന്നത്തിന് വേണ്ടി ഓടിയവരാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അന്നം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. അതിന്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ 27 പുരുഷന്മാരും 2 സ്ത്രീകളുമല്ലാത്തവർ മുഴുവൻ ഓടി എന്ന് കാണുന്നു. എന്താ ഇതിനർത്ഥം? സ്ത്രീജനങ്ങൾ, നമ്മളെ കുടുംബത്തിന്റെ വളക്ക് നമ്മുടെ കൂടെ ഈ ദീനിന്റെ കൾച്ചർ അവരിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ് മക്കളിലേക്ക് അത് കടന്നു വരിക. പാപ്പ നല്ല ദീനിയാണ്, നല്ല നിസ്കാരമാണ്, പക്ഷെ ആ പെരിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ എത്ര വീടുകൾ. അള്ളാഹു നമ്മുടെ വീടുകളിൽ ഖൈറും ബറക്കത്തും ദീനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ സ്വസ്ഥത ഉണ്ടാവില്ല. ഔറത്ത് മറക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഞാനിങ്ങനെ ജീവിക്കൊള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നോളി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്കിക്കോളി എന്ന് പറയുന്ന പുതിയ ഒരു കാലത്ത് പകച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രാധാന്യം. ഞാൻ ഓതി വെച്ച ആയത്ത് അഹ്സാബ് സൂറത്തിലെ 35-ാമത്തെ ആയത്താണ്. ഖുർആൻ ചേർത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹ് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അനുസരിക്കുന്ന ആണുങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും, അനുസരിക്കുന്ന പെണ്ണുങ്ങൾ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായ ആണുങ്ങൾ, വിശ്വാസിനികളായ സ്ത്രീകൾ, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, ഭക്തിയുള്ള ആണുങ്ങൾ, ഭക്തിയുള്ള സ്ത്രീകൾ, വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യം പറയുന്ന ആണുങ്ങളും സത്യം പറയുന്ന പെണ്ണുങ്ങളും, വസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമിക്കുന്ന ആണുങ്ങളും ക്ഷമിക്കുന്ന പെണ്ണുങ്ങളും.
വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ഭക്തിയുള്ള വിനയമുള്ള ആണുങ്ങളും വിനയമുള്ള പെണ്ണുങ്ങളും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ധർമ്മം ചെയ്യുന്ന ആണുങ്ങളും ധർമ്മം ചെയ്യുന്ന പെണ്ണുങ്ങളും, വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പ് നോൽക്കുന്ന ആണുങ്ങളും നോമ്പ് നോൽക്കുന്ന പെണ്ണുങ്ങളും, വൽ ഹാഫിളീന ഫുറൂജഹും, ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്ന ആണുങ്ങളും, വൽ ഹാഫിളാത്തി ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളും, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹനെ ഓർക്കുന്ന ആണുങ്ങളും അല്ലാഹനെ ഓർക്കുന്ന പെണ്ണുങ്ങളും, വൽ ഹാഫിളാത്തി ഫുറൂജഹുന്ന വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്തി അഅദ്ദല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചു മഗ്ഫിറത്തൻ, പാപമോചനം, വഅജ്റൻ അദീമ, മഹത്തായ പ്രതിഫലം. ഒരുപാട് കാര്യങ്ങൾ ഒരായത്തിൽ പറയും, നീണ്ട ഒരായത്താണ്, പഠിക്കാൻ ഒരുപാടുണ്ടത്. എല്ലാ ഗുണങ്ങളും, ഒരു മനുഷ്യനുണ്ടാകേണ്ട മുഴുവൻ ഗുണങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ നേർപാതിയായ ഒരു സഹധർമ്മിണിയിൽ ഉണ്ടാകണം. അതുകൊണ്ട് ആ ഖുർആൻ ഒറ്റ സ്ത്രീയുടെ പേരെ പറഞ്ഞുള്ളൂ, അവരുടെ പേര് മറിയം എന്നാണ്. അവർ പാർത്തത് പള്ളിയിലാണ് എന്ന് കാണുന്നു. അവരോട് അല്ലാഹുവിന്റെ വർത്താനം കാണുന്നു, യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ. ആടുണ്ടതിൽ നമുക്ക് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ, തൻ്റെ പ്രിയപ്പെട്ട പിഞ്ചു മകനെ മക്കയിൽ ഉപേക്ഷിച്ചു പോയ രംഗം എല്ലാവർക്കും അറിയാം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളെ ഉപേക്ഷിച്ച് പോവുകയാണ് റബ്ബേ, ഇവിടെ പാർപ്പിച്ച് പോവുകയാണ്. എന്നിട്ടൊരു ദുആ ഉണ്ട്, റബ്ബനാ ലിയുഖീമുസ്സലാഹ്, അവരെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണം. അപ്പൊ ആരാ അവിടെ ഉള്ളത്? ഇസ്മായിലും ഹാജറയുമാണ്. ബുദ്ധിയും വിവേകവുമുള്ള ഹാജറയും കൈകാലിട്ടടിക്കുന്ന ചോരപ്പൈതലായി ഇസ്മായിലും മാത്രമുള്ള സന്ദർഭം. അപ്പോഴുള്ള ദുആണത്. നമസ്കരിക്കണം എൻ്റെ സഹധർമ്മിണി, നമസ്കരിക്കണം എൻ്റെ മകൻ. അനുസരണത്തിന്റെ കാര്യം, വിശ്വാസത്തിന്റെ കാര്യം, ഭക്തിയുടെ കാര്യം, സത്യസന്ധതയുടെ കാര്യം, ക്ഷമയുടെ കാര്യം, ദാനധർമ്മത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, വ്യക്തി ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലുമുള്ള വിശുദ്ധിയുടെ കാര്യം, അള്ളാഹുവിന്റെ ഓർമ്മ, അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഈ ആയത്ത് കുടികൊള്ളുകയാണ്. അത് ആ ഒരു അർത്ഥത്തിൽ നമ്മളെ കുടുംബത്തിൽ വരുമ്പോ നേരത്തെ പറഞ്ഞു കൊടുത്തെത്തും. ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, നല്ല ജീവിതം നമുക്കുണ്ടാവും. ദുനിയാവ് ആഖിറം നന്നാകും. മക്കളെ കൊണ്ട് കരയേണ്ടി വരില്ല, മക്കളെ ഓർത്ത് തല താഴ്ത്തി നടക്കേണ്ടി വരില്ല, പുറത്തിറങ്ങാൻ പറ്റാതെ ഒളിച്ചിരിക്കേണ്ട ഒരവസ്ഥ വരൂല. ഓരോ കുടുംബത്തിൻ്റെയും ചില ജീവിതങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹധർമ്മിണിമാർ അവർക്ക് ഇബാദത്തുകളിലൊക്കെ വലിയ പങ്കുണ്ട്. പ്രിയപ്പെട്ടവന്റെ മരണം, ഒരു വീട്ടിൽ ഏറ്റവും കരയുന്നത് ഭാര്യയാണ്. വേറെ ആരാ? അവൾക്ക് താങ്ങാൻ കഴിയില്ല. എല്ലാവർക്കും വരാം പോകാം, വീടിന്റെ സൗകര്യവും സൗന്ദര്യവും നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകാം. പക്ഷെ എല്ലാവരും പോയാലും അന്നത്തെ രാത്രി ഒരു കണ്ണുനീരവിടെ ഉണ്ട്. അത് ആ ചുടു കണ്ണുനീര് തീരാത്തതും തോരാത്തതുമാണ്. അതാണ് സഹധർമ്മിണി. അതുകൊണ്ട് ആ ദുആ വല്ലാത്തതാണ്. അതുകൊണ്ട് സഹധർമ്മിണിയുടെ മയ്യത്ത് നമസ്കാരം എന്തിനാ തടയുന്നത്? പൗരോഹിത്യം ആഞ്ഞു വീശിയ ചില സ്ഥലങ്ങളിൽ അവർ പറയും ഈ പെണ്ണുങ്ങളൊന്നും മയ്യത്ത് നിസ്കാരം തന്നെ അല്ല, ശുദ്ധ അസംബന്ധം എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. മദീന പള്ളിയുടെ സ്ഥലം കൊടുത്ത
സുഹൈൽ എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടു. അന്ന് കൊടുക്കുന്ന കാലത്ത് അനാഥ കുട്ടിയാണ്. പിന്നെ ആ കുട്ടി വലുതായി. ആ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു മദീനയിലെ പള്ളിയിൽ. ആദ്യമായിട്ടാണ് മദീന പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടക്കുന്നത്. മയ്യത്ത് നിസ്കാരമൊക്കെ അന്ന് അതിന് പ്രത്യേകമായ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലത്തോ നടക്കുക. പള്ളിയിൽ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അന്നില്ല. ഇന്നും ലോകത്ത് പലയിടത്തും ഇല്ല. നമ്മൾ ശീലിച്ച നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്. പള്ളിയിലല്ലാതൊരു മയ്യത്ത് നിസ്കരിച്ച ആളുകൾ ഇങ്ങനെ ബേജാറായി പോകും. അല്ലോ പള്ളി കയറ്റിയില്ലേ, പുറത്തുനിന്ന് നിസ്കരിച്ച്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പഠിച്ചു നോക്കും. മാലിക് മദ്ഹബിന്റെ അഭിപ്രായം നോക്കൂ. അവര് പറയുന്നത് യുക്റഹു എന്നാ പറയുന്നത്. പള്ളിയിലെ മയ്യത്ത് നമസ്കാരം കറാഹത്ത് എന്ന ഇമാം മാലിക് ഇമാമിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ ചില ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ ആയിഷ പറഞ്ഞു, പള്ളിയിൽ കൊണ്ടുവരണം, എനിക്ക് മയ്യത്ത് നമസ്കരിക്കണം. അങ്ങനെ ആയിഷക്ക് വേണ്ടി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നബിയൊക്കെ പോയി. സഹാബികളുടെ കാലമാണ്. അവിടെ കൊണ്ടുവന്നു, നിസ്കരിച്ചു. അത് വിവാദമായി. പള്ളിയിൽ എന്തിനാ ആയിഷയ്ക്ക് വേണ്ടി മയ്യത്ത് കൊണ്ടുപോയത് എന്നാണ് ചർച്ച. അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾക്കറിയോ, ഇത് മുന്നേയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സുഹൈലിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. അതാ തെളിവ്. പറഞ്ഞത് മറ്റൊന്നിനുമല്ല, ആയിഷ ബീവി മയ്യത്ത് നിസ്കരിച്ചു എന്നാണ്. അത് നിസ്കരിക്കേണ്ട ഒരു സംഗതിയാണത്. അത് വിലക്കുക, അത് പാടില്ല, അങ്ങനൊന്നുമില്ല. അതിലാകെ നമുക്ക് കാണാൻ കഴിയുന്ന ഒറ്റൊന്നാണ് അൽ മംനൂഉ ഹുവ ഇത്തിബാഉൽ ജനായിസ്. മയ്യത്തിന്റെ കൂടെ, ജനാസയുടെ കൂടെ സ്ത്രീകൾ പോകുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ട്. ഇലൽ മഖ്ബറ, ഖബർസ്ഥാനിലേക്ക്. വസിയാറത്തുൽ ഖുബൂർ, അതുപോലെ ഖബർ സന്ദർശനവും അവരോട് വിലക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രയോഗം കാണാം. പിന്നെ ഒരുപാട് ചർച്ചകൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. പറഞ്ഞു വന്നത്, ഒരു മനുഷ്യനോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന അവര് മയ്യത്ത് നിസ്കാരമെങ്കിൽ പിന്നെ എന്തിനാണ് ആ മയ്യത്ത്? ഓരോ വീട്ടുകളിലെ അവസ്ഥ നോക്കുക. ഈ സ്ത്രീയുടെ പണി എന്താ? ഇങ്ങനെ ഇരുന്ന് കരയാ. അങ്ങനെ ആരോ പഠിപ്പിച്ചു, അങ്ങനെ അവരിന്ന് കരയാ അല്ലെ? ഒരു മയ്യത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹധർമ്മിണി അങ്ങോട്ട് കൈകെട്ടിയിട്ട്, ഓർമ്മകളുടെ കടലിരമ്പമാണത്. ആ ദ്വഴണ്ടല്ലോ, നേരെ അർഷിക്ക് കയറുന്ന ദ്വഴാണ്. ജീവിതത്തിന്റെ വസന്തകാലത്ത് കൂടെ വന്ന പ്രിയപ്പെട്ടവൻ നിശ്ചലനായിട്ട് കിടക്കുമ്പോ, ഉള്ളു പടയുമ്പോ, നിലക്കാതെ കണ്ണുനീര് പ്രവഹിക്കുമ്പോ, ഹൃദയം നൈമിഷികമായിട്ടും ശാശ്വതമായിട്ടും കിടിലം കൊള്ളുമ്പോ അവളുടെ ഉള്ളിന്ന് വരുന്ന ദ്വഴണ്ട, റബ്ബേ എന്റെ പ്രിയപ്പെട്ടവന് നീ പുറത്തു കൊടുക്കണം, ആലിപ്പഴം കൊണ്ട് കഴുകണം, ഐസ് വെള്ളം കൊണ്ട് കഴുകണം റബ്ബേ, പാപങ്ങൾ പുറത്തു കൊടുക്കണം റബ്ബേ എന്ന് ഒരു സഹധർമ്മിണി പറയുന്നതിൻ്റെ ഒരു ആഴം, അവളുടെ ഒരു മകള് പറയുന്നതിൻ്റെ ആഴോ, ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി തീർന്ന എൻ്റെ പ്രിയ പിതാവേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്നൊരു മകള് പറയുന്നതിൻ്റെ ആഴം, ജീവിതത്തിന്റെ കളിക്കൂട്ടുകാരിയായ ഒരു സഹോദരി കൈകെട്ടുമ്പോ അവളുടെ ഉള്ളു വിങ്ങുമ്പോ, റബ്ബേ ബാല്യത്തിന്റെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മയുടെ കാലത്തിന്റെ കൂടെ നിന്ന ഒരു കളിക്കൂട്ടുകാരനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരാദി ഇവിടെ പറഞ്ഞു. അവളെ ഉള്ളു തേങ്ങുന്ന ഒരു ദുആ, ആ മയ്യത്ത് നമസ്കാരം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോ ചില മനുഷ്യർ മരിച്ചാൽ ആ വീട്ടിന്റെ ഉള്ളിൽ ആ മയ്യത്തിന് ജന്മം നൽകിയ ഒരു ഉദരമുണ്ടവിടെ, ഒരു ഉമ്മയുണ്ടവിടെ. ആ ഉമ്മ വന്നിട്ട് കൈകെട്ടുമ്പോ, അല്ലാ എന്റെ പിഞ്ചോ, എന്റെ പൊന്നുമോൻ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു പോയപ്പോ അവനെ പ്രസവിച്ചത്, അവനെ പാലൂട്ടിയത്, അവനെ താരാട്ട് പാടിയത്, അവനെ ഉറക്കിയത്, അവന്റെ ജീവിതത്തിന്റെ ചൂടും ചൂരുമായി നിന്നത് ആ ഉമ്മയുടെ ദുആ. അതൊക്കെ വിലക്കുക, തടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുമേൽ അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു മഹല്ല് സംവിധാനം എന്നുള്ളതിൽ ഇവിടുത്തെ കഥയല്ല. നമുക്ക് പരിചയമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മ ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരടക്കം
ഇത് പഠനവിധേയമാക്കേണ്ടതാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ടാണ് നമ്മുടെ സഹധർമ്മിണിമാർ, നമ്മുടെ സഹോദരിമാർ ജീവിതത്തിൻ്റെ നേർപാതികൾ. അവർക്ക് ജീവിതത്തിൽ സംസ്കാരം, അവർക്ക് ദീനിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവരുടെ ആരാധനാ കാര്യങ്ങൾ, പള്ളിയിലേക്ക് ചോദിച്ചാൽ നിങ്ങൾ അവരെ വിലക്കരുത് എന്ന് പറയുന്ന വിശുദ്ധ നബിവചനത്തിൻ്റെ പൊരുളുകൾ, അതൊക്കെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സാധ്യമാവുക. അള്ളാഹു നമ്മളെല്ലാവരെയും നന്മയുടെ തീരത്തും ഈമാനിന്റെ തലത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.